വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഒരു വലിയ ചതി നമ്മുടെ രാജ്യത്തിന് നേരെ വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മോക്ക് ഡ്രില്ല് ഇന്ന് പഞ്ചാബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങളിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രിൽ അക്രോസ് പഞ്ചാബ് ഓൺ April 24 എന്നാണ് ആ വാർത്ത. ചണ്ഡീഗഡ്, എ ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രിൽ വിൽ ബി ക്യാരിഡ് ഔട്ട് അക്രോസ് പഞ്ചാബ് ഓൺ April 24 ടു ആക്സസ് എമർജൻസി പ്രിപ്പയർനെസ് ഒഫീഷ്യൽസ് സെഡ് ഓൺ വെനസ്ഡേ എന്നുള്ളതാണ്. ഇൻ ഓർഡർ ടു ടെസ്റ്റ് civil defense preparedness in the state, a civil defense air raid blackout mock exercise will be conducted in all districts at 8 p.m. according to directives from the Ministry of Home Affairs എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ പഞ്ചാബിൽ ഒരു ബ്ലാക്ക് ഔട്ട്, ജമ്മുവിലും അടക്കം വലിയ മോക്ക് ഡ്രില്ല് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു എയർ ഡ്രിൽ, ഒരു വ്യോമാഭ്യാസം, വ്യോമസേനയുടെ ഒരു അഭ്യാസം നമ്മുടെ ഉത്തർപ്രദേശിൽ പൂർവാഞ്ചലിലടക്കം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു. അപ്പോൾ രാജ്യം എന്തിനോ വേണ്ടി പ്രിപ്പയർ ആകുന്നു എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഇൻഡസ് വാലി ട്രീറ്റി കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഒരു വർഷമായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന അന്ന് തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദിയുടെ യാത്ര പകുതി വെച്ച് റദ്ദാക്കി തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം റദ്ദാക്കുക എന്നുള്ളതാണ്. ഇൻഡസ് വാലി ട്രീറ്റി കട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു വർഷമായി. ഈ ഒരു വർഷത്തിൽ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിഭീകരമായിട്ടുള്ള വരൾച്ചയാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വരൾച്ച മാത്രമല്ല പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്, അത് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പല ആൾക്കാരും പല പ്രദേശങ്ങളും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഇന്ത്യ മലയാളം. പല സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പലയിടത്തും കലാപസമാനമായിട്ടുള്ള സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇസ്ലാമാബാദിനെ ഒരു ഇരയായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. ഇന്ന് നമ്മുടെ കോൺഗ്രസിന്റെ മണ്ടനായിട്ടുള്ള ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്ന ഒരാൾ, രാജു പി നായർ എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞിരിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ മകരാസനത്തിൽ കിടക്കുന്ന ഒരു പടമുണ്ട് യോഗ ചെയ്തുകൊണ്ട്. ആ മകരാസനത്തിൽ കിടക്കുന്ന ഒരു പടം ഇട്ടിട്ട് അയാൾ പറയുകയാണ്, പാകിസ്ഥാനെ നോക്കൂ, പാകിസ്ഥാൻ ഇസ്ലാമാബാദ് അവരുമായിട്ട് മധ്യസ്ഥത വഹിക്കുകയാണ്. നമ്മുടെ രൂപയുടെ മൂല്യമാണെങ്കിൽ ഇടിഞ്ഞിടിഞ്ഞ് പ്രധാനമന്ത്രി കിടക്കുന്നത് പോലെ താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി പാകിസ്ഥാൻ ആ മധ്യസ്ഥത വഹിക്കുന്നത് എന്തിനാണെന്ന് ഈ മാധ്യമങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇസ്ലാമാബാദിനെ ഒരു ഇരയായി ചിത്രീകരിക്കാനും സിന്ധു നദീജല വ്യവസ്ഥയുടെ വെള്ളം പങ്കിടുന്നതിൽ ഇന്ത്യയെ നിർബന്ധിക്കാനും പാകിസ്ഥാൻ മാധ്യമങ്ങളും പാശ്ചാത്യ വേദികളും തിങ്ക് ടാങ്കുകളും ഏകോപിപ്പിച്ചുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത്, ഞങ്ങൾ നിങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യയോട് വെള്ളം ചോദിക്കൂ, വെള്ളം തന്നില്ലെങ്കിൽ ഏത് വിധേനയും വെള്ളം ഇസ്ലാമാബാദിലേക്ക് എത്തണമെന്ന രീതിയിലേക്കാണ് പാകിസ്ഥാൻ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് നീളും എന്ന് ഈ നാഷണൽ മീഡിയാസ് ഒരു സൂചന നൽകുന്നുണ്ട്. കാരണം ഇന്ത്യ എന്തായാലും വെള്ളം കൊടുക്കാനായിട്ട് പോകുന്നില്ല, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു നിബന്ധനകളും അംഗീകരിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് ഉടനെ തന്നെ ഇത് നീളുമെന്ന് പറയുന്നു. അങ്ങനെ നീളാനുള്ള ഒരു സാധ്യതയുണ്ടോ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുക? സാധ്യത വളരെ കൂടുതലാണ്. ഈ സിന്ധു നദീജല കരാറ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ഭാവിയിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടി തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ പലരും കളിയാക്കി, ഈ വെള്ളം നിർത്തിയുണ്ട് എന്താകാനാ, നാളെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണാധികാരികൾ അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സമഗ്രമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പിന്നെ അത് ആവർത്തിക്കുന്നില്ല. ഏതായാലും ഇവിടെ പാകിസ്ഥാൻ മധ്യസ്ഥ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ നേരിട്ട് പറഞ്ഞ് മധ്യസ്ഥ, സാധാരണ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ മധ്യസ്ഥ നിൽക്കാം, നിങ്ങൾ രണ്ടു കൂട്ടരും വരൂ, ഞാനൊരു ഫോർമുല ഉണ്ടാക്കി തരാം, ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാമെന്ന് പറയുന്നതാണ് മധ്യസ്ഥ എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം ഒരു മധ്യസ്ഥതയ്ക്ക്. അപ്പൊ അമേരിക്കയുടെ സാമന്തന്മാരായ പാകിസ്ഥാനോട് അവർ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇപ്പൊ വന്നിരിക്കാൻ ഒരു ഇടം വേണ്ടേ. ഞാൻ ധനുഷിന്റെ വീട്ടിൽ, ഞങ്ങൾ രണ്ടു കൂട്ടർ പിണക്കത്തിലാണ്, ഞാൻ ധനുഷിന്റെ വീട്ടിൽ വന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ ധനുഷ് പറയാൻ വന്നിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഇനി വേണമെങ്കിൽ ചാർജ് വീടാക്കാം ധനുഷിന്. അപ്പം ആ ഒരു രീതിയാണ്. അപ്പം ധനുഷിന് ഇപ്പൊ എന്നെ ഞാൻ വന്നിരിക്കുമ്പോൾ ധനുഷിന് ചില ലക്ഷ്യങ്ങളുണ്ടാകും, എന്നെ കൊണ്ടോ ഇല്ലെങ്കിൽ അപ്പുറത്തായിരിക്കുന്നവരെ കൊണ്ടോ ഉണ്ടാകും. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഇന്നലെ പാകിസ്ഥാൻ കണക്ക് ഒരു രാജ്യം പറയുമ്പോഴത്തേനും ട്രംപ് യുദ്ധത്തിന്റെ വെടിനിർത്തൽ നീട്ടിവെക്കുവോ?
പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നീട്ടിവെച്ചത് എന്ന് ലോകത്താരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ അത് ബുദ്ധിപൂർവ്വം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ലോക രാജ്യങ്ങൾക്കിടയ്ക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയ്ക്ക് തങ്ങളൊരു സമാധാനപ്രിയരാണ് എന്നും ഇതുകണക്കുള്ള യുദ്ധങ്ങളുടെ മധ്യസ്ഥതയും ഒക്കെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ലോകത്തിന് മുമ്പിൽ അവരെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഈ വേദി യൂസ് ചെയ്യുന്നു. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് താൻ ആദ്യം പറഞ്ഞത്. അതായത് പാകിസ്ഥാനിൽ കുറെ നാളുകളായി ഇപ്പോൾ വരൾച്ചയാണ്, കുടിവെള്ളമില്ലാത്ത വിഷയമാണ്. അത് അവിടുത്തെ ജനങ്ങളുടെ വലിയ വിഷയം. ഇനിയിപ്പോ വേനൽക്കാലം വരികയാണ്, പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ കൃഷിയിടങ്ങളെല്ലാം ഇപ്പോൾ തന്നെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. കുടിവെള്ളമില്ലാത്ത വിഷയങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായി ജനങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. അത് ഒന്നോ രണ്ടോ വീട്ടിൽ വെള്ളം കിട്ടാത്ത പ്രശ്നമല്ല, പകരം ഈ സിന്ധു പ്രവിശ്യയിൽ, പഞ്ചാബ് പ്രവിശ്യയിൽ അടക്കം ഈ വെള്ളം തന്നെയാണ് മെയിനായിട്ട് അവരുടെ ഒരു പ്രധാന ഘടകം. അത് ഇല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ വലിയ സംഭവമാണ് നടക്കുന്നത്. കുടിവെള്ളം പിന്നെ ഇത് ഇവര് ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. വെള്ളം കിട്ടുന്നില്ല, ഒരു മാനുഷിക തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവരുടെ സോഷ്യൽ മീഡിയകളും യൂറോപ്യൻ രാജ്യത്തുള്ള അവരുടെ തിങ്ക് ടാങ്ക് ഗ്രൂപ്പ്സുകളും അതുപോലെ തന്നെ അവരുടെ പ്രോക്സികളും അവരുടെ ആക്ടിവിസ്റ്റുകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതാണ് പറയുന്നത്, മനുഷ്യത്വരഹിതമായ കാര്യമാണ് ഇന്ത്യ ചെയ്യുന്നത്, കുടിവെള്ളം തരുന്നില്ല, വെള്ളം കിട്ടാതെ ഞങ്ങൾ മരിക്കും, ഞങ്ങളവിടെ ഗർഭിണികൾ, കുട്ടികൾ, ഇവരൊക്കെ വെള്ളം കിട്ടാതെ ഇതായിയാണ്, വെള്ളം തന്നൂടെ ഇന്ത്യക്ക് എന്ന് പറഞ്ഞൊരു ആഗോള പ്രഷർ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഈ പ്രഷർ കൊണ്ട് നിൽക്കില്ല എന്ന് മാത്രവുമല്ല, ഇന്ത്യ വെള്ളം കൊടുക്കാൻ പോകുന്നൊന്നുമില്ല. ഇവരാര് പറഞ്ഞാലും അത് ചെയ്യില്ല. പകരം ഇതേ സമയത്ത് അപ്പോൾ എന്ത് ചെയ്യണം, ഈ ജനകീയ പ്രക്ഷോഭത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കണം. അപ്പൊ എന്തൊരു ലോകത്തിന്റെ ഒരു പിന്തുണ, കുറച്ചുപേരുടെയെങ്കിലും പിന്തുണ പാകിസ്ഥാന് ഈ മാനുഷിക പരിഗണനയുടെ പേരിൽ കിട്ടാൻ സാധ്യത, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിന്റെ പേര്. കാരണം അവരാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക പരിഗണന നൽകുന്നവർ. അങ്ങനെ നൽകിയാണ് ഇപ്പൊ സ്വന്തം രാജ്യങ്ങൾ പോലും ഓരോന്നും സുഡാപ്പുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പൊ ഈ മാനുഷിക പരിഗണനയുടെ പുറത്ത് അവർ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിന്റെ പേരിൽ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ കുറച്ച് പേര് കാണും. വെള്ളത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ അക്രമത്തിന് പോയത് എന്ന്, ഇല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സംഘർഷത്തിന് പോയത് എന്ന് വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ മുൻപോട്ട് പോകുന്നത്. ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന, അദ്ദേഹം സെയിം പ്രസ്താവന മുമ്പ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിക്രമത്തിന് മുതിർന്നാൽ ഡോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ പൂരിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു. അതായത് മുമ്പ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്നാണ് പറഞ്ഞത്. അതിനാണ് അദ്ദേഹം ഡോട്ട് എന്ന് ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവരും അത് തന്നെ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് നമ്മുടെ ന്യൂസിന്റെ മേലെ അത് വാർത്ത ചെയ്തിരുന്നു. ആ എക്സ്പോസ്റ്റിൽ അവർ പറയുന്നുണ്ട്, അതിർത്തി കടക്കാൻ വരരുത്, തീർത്ത് കളയുമെന്നുള്ള വ്യക്തമായി തന്നെയാണ് ഇത് പറയുന്ന കാര്യങ്ങൾ. എല്ലാത്തിനും ഒരു അതിർവരം കൊണ്ട് എന്ന് പറയുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു മോക്ക് ഡ്രിൽ പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് എല്ലാവർക്കും അറിയാം. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രേക്ഷകരെ വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അതിന് 2 ദിവസം മുമ്പൊക്കെ ഈ മോക്ക് ഡ്രില്ലുകൾ നമ്മുടെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒപ്പം ഈ പറയുന്ന പഞ്ചാബിലും കാശ്മീരിലൊക്കെ നടന്നിരുന്നു. അതിന് സമാനമായിട്ടൊരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നാണ് ഈ പഞ്ചാബിൽ നടക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ഹൈ ലോ പിച്ച് ഉള്ള സൈറണുകൾ മുഴങ്ങും. 8 മണിയാകുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. ലുധിയാന, ഫരീദാക്കോട്ട് തുടങ്ങിയ ഇടങ്ങളിൽ NDRF-ഉം പോലീസുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതായത് യുദ്ധസമാനമായ സാഹചര്യത്തിൽ സൈറൺ മുഴങ്ങുക വിവിധ സൗണ്ടുകളായിരിക്കും. ലോ ഹൈ പിച്ചുകൾ ഉള്ള സൈറൺസ് ആണ്. അതിന് 2 അർത്ഥങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു, വൈദ്യുതി വിച്ഛേദിക്കുന്നു, ഇന്റർനെറ്റ് വിച്ഛേദിക്കും. ഇതൊക്കെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് വിച്ഛേദിക്കും. ഇതാണ് അത് നിൽക്കുന്നത്. മറ്റൊന്ന് കിഷ്ത്വാറില്, ഇതെല്ലാം പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ജില്ലകളിലാണിത് നടക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ എവിടെയൊക്കെയായിരുന്നു നടന്നത് അവിടെയൊക്കെ തന്നെയാണ് ഇത് വീണ്ടും നടക്കുന്നത്. കിഷ്ത്വാറില് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ വ്യോമാക്രമണം നടന്നാൽ അതിന് എന്ത് പ്രതിരോധമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് അടിയന്തരമായി ജനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ഈ കിഷ്ത്വാറിലെ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിലാണ് ഇതിന് പരിശീലനം നൽകുന്നത്. ഇനി റംബാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയപാതയിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ, അവിടെ ഈ ഇങ്ങനെയുള്ള മിസൈൽ അറ്റാക്കുകളോ ഡ്രോൺ അറ്റാക്കുകളോ നടക്കുമ്പോൾ എന്തായിരിക്കണം ആ വാഹനങ്ങൾ ചെയ്യേണ്ടത്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ലൈറ്റ് ഡൗൺ ചെയ്യുക, വണ്ടി ഇല്ലെങ്കിൽ സൈഡിലേക്ക് ഒതുക്കിയിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അപ്പം അതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ നടക്കുന്നു. അതുകൂടാതെ ഇന്നലെ മുതൽ ഉത്തർപ്രദേശിന്റെ പൂർവാഞ്ചൽ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് കിഴക്ക് ഭാഗം തന്നെ വരും. അപ്പോൾ ഈ പൂർവാഞ്ചൽ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ അറ്റാക്കുകളെ നേരിടാൻ ഉള്ളൊരു മുന്നൊരുക്കമാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ശത്രു എവിടെങ്കിലും നിന്ന് ഉണ്ടാകാമെന്നൊരു പ്രതീക്ഷയാകാം. ഏതായാലും അവിടെ ഒരു എയർ എക്സർസൈസ് തുടങ്ങിയിട്ടുണ്ട്. മെയ് 1 വരെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ പുറമേ നോക്കുന്നത് കണക്കല്ല. ഇപ്പൊ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ഒരുപാട് പേര് കരുതും ഇവന്മാർക്ക് എന്താ യുദ്ധത്തിനോട് വലിയ കൊതിയാണോ വാർത്ത ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലപ്പേരും ആളുകളുടെ പേരും ഒക്കെ പറയാനുള്ള കാരണം. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ്. എല്ലാം മീഡിയാസ് വാർത്ത ചെയ്യുന്നതാണ്.
അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൽ നിന്ന് എന്താണ് ഒരു മോക്ക് ഡ്രിൽ ചുമ്മാതിരിക്കുമ്പോൾ ഒരു ജനത്തിനടുത്ത് മോക്ക് ഡ്രിൽ നടത്താറില്ലല്ലോ ആരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, ഇപ്പൊ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. പക്ഷെ ഏറ്റവും വലിയൊരു കൗതുകകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 ഈ ഓപ്പറേഷൻ സിന്ദൂർ, ആ സിന്ദൂറിന് ശേഷം നമ്മൾ ഏതാണ്ട് 1 മാസോ അല്ലെങ്കിൽ 2 മാസത്തെ ഗ്യാപ്പിൽ ഇത്തരത്തിലുള്ള വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ കരസേനയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ അഭ്യാസ പ്രകടനങ്ങൾ പലയിടത്തായിട്ട് നടത്താറുണ്ടെന്നുള്ള ശ്രദ്ധ ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ ഒക്കെയാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. അത് മാത്രവുമല്ല, ഈ 1 വർഷത്തിലേക്ക് ചറപറ മിസൈൽ പരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ എത്രയോ വാർത്ത എടുത്തിട്ടുണ്ട്. അഗ്നിയുടെ മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ, അല്ലെങ്കിൽ ഈ മിസൈൽ ആ മിസൈൽ ട്രെയിനിൽ നോട്ടാൻ പ്രഖ്യാപിക്കുന്നതിന്റെ വാർത്ത എടുത്ത് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് ഈ വർഷം. അപ്പൊ ഇതെല്ലാം ഒരു യുദ്ധസമാനം. പിന്നെ അടിയന്തരമായിട്ട് ഇന്ത്യ S-400 റഷ്യയിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ കാണിക്കുന്ന എന്തിനോ ഒരു പുറപ്പാടാണ്. ഇത് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തിയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന 800ഓളം ഭീകരന്മാരുണ്ട്. 70 ലോഞ്ച് പാടുകളിലായിട്ട് 800ഓളം ഭീകരന്മാർ, അതിലൊരു 10 തൊട്ട് 15 വരെ ഗ്രൂപ്പുകളുണ്ട്. അത്തരം ഭീകരന്മാരെ കടത്തി വിട്ടുകൊണ്ടുള്ള ഒരു അറ്റാക്കിന് ഇവിടെ ശ്രമിച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാർത്തയാണ്. ഒരുപക്ഷെ അത് മലയാളം മീഡിയാസ് നാളെ മറ്റന്നാളോ ഒക്കെ ഇത് ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇത് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നത്. ഇതിന് മുമ്പ് നമ്മളിത് സമാനമായി ചെയ്തിട്ടുണ്ട്. ധനുഷ് പറഞ്ഞതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ആളൊഴിഞ്ഞു പോയതിന്റെ വാർത്തകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ കടലെടുത്ത് പോയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ആളൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സാധനം, ഇത് നമ്മൾ മുമ്പും പറഞ്ഞിരുന്നതാണ്. ഇത് ഇനി ഒരു യുദ്ധം വെള്ളത്തിന് വേണ്ടി തന്നെ ആയിരിക്കുമെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഏതാണ്ട് കളമൊരുങ്ങുന്നത്. പക്ഷെ ഇവിടെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെ കടത്തിവിട്ടത് കൊണ്ട് ഇന്ത്യ അടിച്ചാടിയായിരുന്നു. പക്ഷെ ഇവിടെ പാകിസ്ഥാന് കുറച്ചുകൂടെ പിന്തുണ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ പറയണമല്ലോ ഇതില്. കാരണം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ്. കാരണം മാനുഷികമായിട്ട് ഇപ്പൊ വെള്ളം കിട്ടുന്നില്ല, ഇച്ചിരി വെള്ളം കൊടുത്തൂടെ, ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനത്തിലേക്ക് അവർക്കത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവർ വിപുലമായി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പുറത്തൊരു വലിയ മുന്നൊരുക്കവും തുടങ്ങുന്നുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ഈ വിഷയത്തെ കാണാനായിട്ട്.